Hello dear students, ഞാൻ സുമി ലിജീഷ്, ഫ്യൂച്ചർ പവേർഡ് ബൈ ഗോകുലത്തിൻ്റെ ബോട്ടണി ഫാക്കൽറ്റി ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ റീനീറ്റിൻ്റെ പ്രിപ്പറേഷനിൽ ഫുള്ളി ഇൻവോൾവ് ആയിട്ടിരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചർ ഇന്ന് പുതിയൊരു ചാപ്റ്ററുമായിട്ടാണ് വന്നിരിക്കുന്നത്, ഇക്കോസിസ്റ്റം. അപ്പോൾ മക്കൾ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ, മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ്, പിന്നെ പ്ലാന്റ് കിങ്ഡം, ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ടീച്ചർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഇക്കോസിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ എൻറ്റയർ സെക്ഷൻ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള തിയറിയും പറഞ്ഞ് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാം. റെഡി? സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത് കേട്ടോ. അപ്പൊ എന്തൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. ഇക്കോസിസ്റ്റം ഇസ് എ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നേച്ചർ. കറക്റ്റ് ആണല്ലോ? യെസ്. എനർജി ഫ്ലോ ഇൻ എൻ ഇക്കോസിസ്റ്റം ഇസ് യൂണിഡയറക്ഷണൽ. അതും കറക്റ്റ് ആണ്. ഓക്കെ. ന്യൂട്രിയൻസ് മൂവ് സൈക്ലിക്കലി ബിറ്റ്വീൻ ബയോട്ടിക് ആൻഡ് എബയോട്ടിക് കോമ്പണൻസ്. അതും കറക്റ്റ് ആണ്. ദെൻ pyramid of energy may be inverted in aquatic ecosystem. Aquatic ecosystem ആയാലും ശരി, terrestrial ecosystem ആയാലും ശരി, pyramid of energy always upright ആണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണല്ലോ? യെസ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഓക്യുപ്പൈ ദ തേർഡ് ട്രോഫിക് ലെവൽ. അവിടെയാണ് നമുക്കൊരു സംശയമുള്ളത് അല്ലേ? അപ്പൊ അതൊന്ന് നമുക്ക് എഴുതി നോക്കാം. ഇത് തേർഡ് ട്രോഫിക് ലെവലിൽ തന്നെയാണോ വരുന്നതെന്നൊന്ന് നോക്കാം. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഒരു ട്രോഫിക് ലെവലിൽ ആദ്യം വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ്. ശരിയല്ലേ? പ്രൊഡ്യൂസേഴ്സ് ഓക്യുപ്പൈസ് ദ ഫസ്റ്റ് ട്രോഫിക് ലെവൽ. അത് കഴിഞ്ഞ് പിന്നെ പ്രൈമറി കൺസ്യൂമേഴ്സ്. ഓക്കെ. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് നമ്മൾ വിളിക്കുന്നത് ആരെയാണ്? ആരെയാ മക്കൾ വിളിക്കുന്നത് പ്രൈമറി കൺസ്യൂമേഴ്സ്? ഹെർബിവോഴ്സിനെ അല്ലേ? അറിയാലോ. ഓക്കെ. അപ്പോൾ ഇത് ഓക്യുപ്പൈ ചെയ്യുന്നത് ട്രോഫിക് ലെവൽ 2. ഇനി പ്രൈമറി കൺസ്യൂമേഴ്സിന്റെ മേലെ ആരാ ഉണ്ടാവുക? സെക്കൻഡറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് ആരാണ്? പ്രൈമറി കാർണിവോർ ആണ്. ഓക്കെ. സോ ദിസ് കംസ് അണ്ടർ ട്രോഫിക് ലെവൽ 3. നെക്സ്റ്റ് സെക്കൻഡറി കൺസ്യൂമർ കഴിഞ്ഞാൽ നമ്മൾ ഫൈനലി എന്താ പറയാ? ടേർഷ്യറി കൺസ്യൂമർ അല്ലെങ്കിൽ ഇവരാണ് ടോപ്പ് കാർണിവോഴ്സ്, അല്ലെങ്കിൽ നമ്മൾ സെക്കൻഡറി കാർണിവോഴ്സ് എന്ന് പറയും, which occupies the trophic level 4. അപ്പൊ ഇതാണ് ഇതിന്റെ ആ ഒരു പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ്. നമ്മൾ ഇങ്ങനെയാണ് ഫുഡ് ചെയിൻ റെപ്രസെന്റ് ചെയ്യുക അല്ലെ? പ്രൊഡ്യൂസർ കഴിഞ്ഞിട്ടാണ് പ്രൈമറി കൺസ്യൂമർ, സെക്കൻഡറി കൺസ്യൂമർ, ടെർഷ്യറി കൺസ്യൂമർ, അങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പൊ ഇവിടെ നോക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡറി കൺസ്യൂമേഴ്സ് ഓക്യുപ്പൈസ് ദ തേർഡ് ട്രോഫിക് ലെവൽ. അത് കറക്റ്റ് ആണെന്ന് നോക്ക്. സെക്കൻഡറി കൺസ്യൂമർ ഓക്യുപ്പൈസ് ദ തേർഡ് ട്രോഫിക് ലെവൽ. കറക്റ്റ് അല്ലേ? സോ ഈ സ്റ്റേറ്റ്മെന്റും നമ്മൾ കറക്റ്റ് ആയിട്ടാണ് എടുക്കുക. അപ്പൊ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഐഡന്റിഫൈ ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 1, അതായത് നാലാമത്തെ മാത്രമാണ് തെറ്റ്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A food chain cannot have more than 4 to 5 trophic levels because. ഇപ്പൊ തന്നെ ടീച്ചർ പറഞ്ഞപ്പോൾ 4 ട്രോഫിക് ലെവലിൽ നിർത്തിയല്ലേ? അതിന് എന്തെങ്കിലും കാരണമുണ്ടോ? എന്താണ് മക്കൾ പഠിച്ച കാരണം? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ആനിമൽസ് ബിക്കം ലാർജർ അറ്റ് ഹയർ ട്രോഫിക് ലെവൽസ്. അതുകൊണ്ടാണോ? ഈ ആനിമൽസിന്റെ സൈസ് വർദ്ധിക്കുന്നത് കൊണ്ടാണോ ട്രോഫിക് ലെവലിന്റെ എണ്ണം ചുരുക്കിയിരിക്കുന്നത്? അതാണോ? അടുത്തത്. അപ്പൊ ഇത് തെറ്റാണ് അല്ലെ? അടുത്തത് എനർജി ട്രാൻസ്ഫർ follows a 10% law. ലിൻമാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോ ആണ് 10% ലോ. ആ ലോ പ്രകാരം ഓരോ ട്രോഫിക് ലെവൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ചിട്ട് അതിന്റെ 10% എനർജി മാത്രമേ അടുത്ത ട്രോഫിക് ലെവലിലോട്ട് പോകുന്നുള്ളൂ അല്ലെ? അപ്പോൾ ഇത് കറക്റ്റ് ആണ്.
പ്രൊഡ്യൂസേഴ്സ് ആബ്സെന്റ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ബയോമാസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് കണ്ടിന്യൂസ്ലി ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞാലും തെറ്റാണ്. സോ ഇവിടെ എ ഫുഡ് ചെയിൻ cannot have more than 4 to 5 trophic levels because അതിന്റെ ആൻസർ എനർജി ട്രാൻസ്ഫർ ഫോളോസ് 10% ലോ ആണ്. സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 2. നെക്സ്റ്റ് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കോളം 1ൽ എന്തൊക്കെയാ കൊടുത്തിരിക്കുന്നത് നോക്കുക. പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി. അപ്പൊ സീന്റെ ബയോമാസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആദ്യം വരിക ഫൈറ്റോ പ്ലാങ്ക്ടൻസ് അല്ലെ. അപ്പൊ ഫൈറ്റോ പ്ലാങ്ക്ടൻസ് എന്ന് പറയുന്നത് അതിന്റെ ബയോമാസിനേക്കാളും കൂടുതലായിരിക്കൂലേ മക്കളെ സൂ പ്ലാങ്ക്ടൻസിന്റെ ബയോമാസ്? ശരിയല്ലേ? സൂ പ്ലാങ്ക്ടൻസിനെക്കാട്ടും കൂടുതലായിരിക്കൂലേ ബയോമാസ് സ്മോൾ ഫിഷസിന്? ഇനി സ്മോൾ ഫിഷസിനെക്കാട്ടും ബയോമാസ് കൂടുതലായിരിക്കൂലേ മക്കളെ ലാർജ് ഫിഷസിന്? ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് അല്ലേ? ശരിയല്ലേ? അപ്പൊ ആൻസർ എന്താ വരിക? പിരമിഡ് ഓഫ് ബയോമാസ് ഇൻ സി എന്ന് പറയുന്നത് എപ്പോഴും ഇൻവേർട്ടഡ് ആണ്. നെക്സ്റ്റ് പിരമിഡ് ഓഫ് എനർജി. പിരമിഡ് ഓഫ് എനർജി പിന്നെ നമുക്ക് സംശയമില്ല, എപ്പോഴും എന്താണ്? അപ്രൈറ്റ് ആണ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ നമുക്കറിയാം, അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നും. ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെഡ് ഓർഗാനിക് മാറ്ററിൽ നിന്നുമാണ്. അപ്പോൾ ഓപ്ഷൻസ് എടുത്തോ. എ എന്ന് പറയുന്നത് 2 ആയിരിക്കണം, ബി 1 ആയിരിക്കണം, സി 3 ആൻഡ് ഡി 4. അപ്പോൾ ഓപ്ഷൻ 1. എളുപ്പമല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. Among the following statements, identify the incorrect one. വീണ്ടും നമ്മൾ ഇൻകറക്റ്റിനെയാണ് പിടിക്കേണ്ടത്. നോക്കാം. The pyramid of biomass is always upright in terrestrial ecosystem. ശരിയാണ്. ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് പിരമിഡ് ഓഫ് ബയോമാസ് അപ്രൈറ്റ് ആണെന്ന് പറയാം. ഓക്കെ. ഡീകോമ്പോസിഷൻ ഈസ് ഫാസ്റ്റർ അണ്ടർ വാം ആൻഡ് മോയിസ്റ്റ് കണ്ടീഷൻ. ശരിയാണ്. വാം ആൻഡ് മോയിസ്റ്റ് കണ്ടീഷനിൽ ഡീകോമ്പോസിഷൻ ഫാസ്റ്റർ ആണ്. ഹ്യൂമസ് ഇസ് ഹൈലി സസെപ്റ്റബിൾ ടു മൈക്രോബിയൽ ഡീകോമ്പോസിഷൻ ആണോ? ഹ്യൂമസ് എന്ന് പറയുന്നത് അവിടെ മൈക്രോബിയൽ ആക്സിഡിനോട് റെസിസ്റ്റന്റ് ആണെന്ന് പറയുന്നത്. കാരണം എന്താ? ഹ്യൂമസിലുള്ള നമുക്കറിയാം ഹ്യൂമസ് എന്ന് പറഞ്ഞാൽ എന്താ? ഡാർക്ക് അമോർഫസ് കൊളോയിഡൽ ആയിട്ടുള്ള ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള റിസർവോയർ ആണത് അല്ലേ? അപ്പോൾ ഈ ഹ്യൂമസിന് എന്ന് പറയുന്നത് ഇത് ഫുള്ളി എന്തിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും? ക്ലേ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ സോയിൽ പാർട്ടിക്കിൾസിനോട് അറ്റാച്ച്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ മൈക്രോബ്സിന് ഇതിനോട് ആക്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് കംപ്ലീറ്റ്ലി റെസിസ്റ്റന്റ് എന്നല്ല പറയുന്നത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാ പറഞ്ഞിട്ടില്ല, ഹൈലി സസെപ്റ്റബിൾ ടു മൈക്രോബിയൽ. അങ്ങനെ ഫാസ്റ്റ് ആയിട്ട് നടക്കില്ല. ഇറ്റ് വിൽ ടേക്ക് മച്ച് ടൈം. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അവൈലബിലിറ്റി ഓഫ് പ്രൊഡ്യൂസേഴ്സ്. കറക്റ്റ് ആണ്. Energy flow in ecosystem follows the second law of thermodynamics, which is also correct. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 3 ഓൺലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അസേർഷൻ റീസൺ ടൈപ്പ് ആണ്. In a grazing food chain, the standing crop generally decreases at successive trophic levels. Grazing food chainൽ സ്റ്റാൻഡിങ് ക്രോപ്പ് എന്താവുന്നു? കുറയുന്നു അറ്റ് സക്സസീവ് ട്രോഫിക് ലെവൽ എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം ഒരു സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ടൈം പീരീഡിൽ ഈച്ച് ട്രോഫിക് ലെവലിലുള്ള ലിവിങ് മാറ്റർ അല്ലെങ്കിൽ ബയോമാസ് ഒരു പെർട്ടിക്കുലർ ഗിവൻ ടൈം, ഒരു ടൈം പീരീഡിൽ ഓരോ ട്രോഫിക് ലെവലിലുള്ള ലിവിങ് മാറ്റർ അല്ലെങ്കിൽ ബയോമാസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സ്റ്റാൻഡിങ് ക്രോപ്പ് എന്ന് പറയാം. അപ്പൊ അത് തീർച്ചയായിട്ടും ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിൻ എടുത്തു കഴിഞ്ഞാൽ ഡിക്രീസ് ആവുകയാണ് ചെയ്യുക ഓരോ ട്രോഫിക് ലെവൽ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച്. സോ ദിസ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഓൺലി അബൌട്ട് 10% of the energy available at one trophic level is transferred to the next trophic level. അത് തന്നെയാണ് അതിന്റെ റീസൺ. ഓക്കെ. സോ we will go for option 1. Both A and R are true and R is the correct explanation of assertion. Okay. Next question. In an ecosystem, phytoplanktons have a biomass of 4 kilogram per meter square. Zooplankton have a biomass of 21 kilogram per meter square. അപ്പോൾ പിരമിഡിന്റെ അവസ്ഥ എന്തായിരിക്കും? എന്തായിരിക്കും? വളരെ സിമ്പിൾ അല്ലേ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഫൈറ്റോപ്ലാങ്ക്ടൻസ് എത്രയാ പറഞ്ഞേ? 4 kilogram per meter square. ഓക്കെ. അത് കഴിഞ്ഞിട്ട്
Zooplankton have a biomass of. Zooplanktonന്റെ ബയോമാസ് എത്രയാ പറയുന്നത്? Zooplanktonന്റെ ബയോമാസ് നമുക്ക് എഴുതാം. Zooplankton has a biomass of 21 kilogram per meter square. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി കൂടെ ഈ പിരമിഡ് എന്ന് പറയുന്നത് ഇൻവേർട്ടഡ് പിരമിഡ് ഓഫ് ബയോമാസ് എന്നുള്ള കാര്യം ഉറപ്പല്ലേ? യെസ്. സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 2. പിരമിഡ് ഓഫ് ബയോമാസ് അവിടെ ഇൻവേർട്ടഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following statements regarding decomposition are correct? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. Fragmentation is carried out by detritivores. നമ്മൾ ആരെയാണ് മക്കളെ detritivores എന്ന് വിളിക്കുന്നത്? earthworm അല്ലേ? അപ്പോൾ അത് കറക്റ്റ് ആണ്. നെക്സ്റ്റ്, leaching is the loss of water soluble nutrients into soil horizons. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്നിട്ട് അത് precipitate ആവുന്നു unavailable salt ആയിട്ട്, ഒരു ഉപകാരത്തിന് എത്താത്ത അല്ലേ? അപ്പൊ അതും കറക്റ്റ് ആണ്. Humus is resistant to microbial action. അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടീച്ചർ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. അത് ഹൈലി എന്തിനോട് അബ്സോർബ് ആയി കിടക്കുകയാണ്? ക്ലേ പാർട്ടിക്കിൾസ് ഓഫ് ദ സോയിലുമായിട്ട് അധികം അറ്റാച്ച് ആയിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ മൈക്രോബിയൽ ആക്ഷന് കുറച്ച് സമയം കൂടുതൽ എടുക്കും. അപ്പോൾ അത് റെസിസ്റ്റന്റ് ടു മൈക്രോബിയൽ ആക്ഷൻ ആണെന്ന് പറയാം. ദെൻ മിനറലൈസേഷൻ റിലീസസ് ഇനോർഗാനിക് ന്യൂട്രിയൻസ് ഫ്രം ഹ്യൂമസ്. കറക്റ്റ് ആണ്. ഇനോർഗാനിക് ന്യൂട്രിയൻസിനെ പ്ലാന്റ്സിലോട്ട് എത്തിക്കുന്ന പ്രോസസ്സാണ് മിനറലൈസേഷൻ. അത് എന്തിൽ നിന്നുമാണ് ഇനോർഗാനിക് ന്യൂട്രിയൻസിനെ റിലീസ് ചെയ്യിപ്പിക്കുന്നത്? ഫ്രം ദ ഹ്യൂമസ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1ഉം 2ഉം 3ഉം 4ഉം കറക്റ്റ് ആണ് അല്ലേ? സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 1. അപ്പൊ ഒന്ന് നമുക്ക് ഡികോമ്പോസിഷന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ് ഒന്ന് ഓടിച്ചു നോക്കാം. ആ ഡിഫറെന്റ് സ്റ്റെപ്സിന്റെ ആ ഓർഡർ ഓർമ്മയുണ്ടാവണേ. എന്തായിരുന്നു അത്? ഫൽക്കം അല്ലെ? അതായത് ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഒന്നും കൂടെ ടീച്ചർ എഴുതാണ്. ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാലോ. യെസ്, ഫ്രാഗ്മെന്റേഷൻ ഡെട്രിറ്റിവോസ് അഥവാ എർത്ത് വേംസ് ആണ് ചെയ്യുന്നത്. ഇറ്റ് ബ്രേക്സ് ദ ഡെട്രിറ്റസ് ഇൻടു സ്മോളർ പാർട്ടിക്കിൾസ്. അറിയാലോ. ഇനി ലീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഡീപ്പ് സോയിൽ ലെയേഴ്സിലായിട്ട് പോകുന്നു ആൻഡ് അൺഅവൈലബിൾ സോൾട്ട് ആയിട്ട് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അതും കറക്റ്റ് ആണ്. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ബാക്ടീരിയന്റെയും ഫംഗസിന്റെയും എൻസൈംസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ബാക്ടീരിയ ആൻഡ് ഫംഗൈ സെക്രീറ്റ് എൻസൈംസ് that break down the detritus into simpler inorganic substances. അതിനെ നമ്മൾ എന്ത് പറയാ? കാറ്റബോളിസം. ഹ്യൂമിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഹ്യൂമസ് ആണ്. ടീച്ചർ ഇപ്പൊ പറഞ്ഞിട്ടേ ഉള്ളൂ. ഹ്യൂമസ് എന്ന് പറയുന്നത് ഡാർക്ക് കളേർഡ് ആണ്, അമോർഫസ് ആണ്, കൊളോയിഡൽ ആണ് അല്ലെ? highly resistant to microbial action ആണ്. organic matter that act as a reservoir of nutrients. ഇനി മിനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? മൈക്രോബ്സ് ഫർദർ ഡീഗ്രേഡ് ദ ഹ്യൂമസിനെ ഡീഗ്രേഡ് ചെയ്തിട്ട് അതിലുള്ള ഇനോർഗാനിക് ന്യൂട്രിയൻസിനെ പ്ലാന്റ്സിന് അവൈലബിൾ ആവും വിധം സോയിലിലോട്ട് എത്തിക്കുന്ന പ്രോസസ്സാണ് മിനറലൈസേഷൻ. ഓർമ്മയുണ്ടാവുമല്ലോ. ഡികോമ്പോസിഷന്റെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഷുവർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഓപ്ഷൻസും ശരിയാണ്. നെക്സ്റ്റ് ഒരു ചെറിയൊരു പ്രോബ്ലം ആണ്, ശ്രദ്ധിച്ചോ. സപ്പോസ് ഇത് എത്രയുണ്ട്? യൂണിറ്റ് 10, 100,000, 10,000. ശരി. സപ്പോസ് 10,000 joule of solar energy is incident on green vegetation. Okay, on the basis of 10% law of Lindman, identify the amount of energy transferred to deer and then to tiger. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സിന്, അതായത് പ്ലാന്റ്സിന് ഇൻസിഡന്റ് ആയിട്ടുള്ള സോളാർ എനർജി എന്ന് പറയുന്നത് 10,000 ജൂളാണ്. അപ്പൊ നമുക്കറിയാം പ്ലാന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ടോട്ടൽ സൺലൈറ്റിന്റെ 1% മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? അപ്പൊ 10,000ന്റെ 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 ജൂൾ അല്ലേ? എന്ന് വെച്ചാൽ പ്ലാന്റ്സിന് കിട്ടുക എത്ര മാത്രമാണ് മക്കളെ? 100 ജൂളാണ്. കാരണം ഇതിന്റെ 1%.
ഇനി പ്ലാന്റ്സിൽ നിന്നും നേരെ ഡിയറിലേക്ക് പോകണമെങ്കിൽ ഈ 1%ന്റെ എത്ര പെർസെൻറ്റേജാ പോവാ? 10%. അപ്പൊ എത്ര വരും? 10 ജൂൾ. ഇനി ഡിയറിൽ നിന്നും അത് ടൈഗറിലോട്ട് എത്തണമെങ്കിൽ ഈ 10 ജൂളിന്റെ 10% എന്ന് പറഞ്ഞാൽ 1 ജൂൾ. ക്ലിയർ ആയോ? അപ്പൊ നമുക്കിവിടെ ആൻസർ എന്താ കിട്ടുക? ഡിയർ 10 ജൂളും ടൈഗർ 1 ജൂൾ. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ കറക്റ്റ് മാച്ച് ഫ്രം ദ കോളം 1 and 2. ഇതിൽ ടോപ്പ് കാർണിവോർ ആരാണ്? ഗ്രാസ് ഹോപ്പർ ആണോ? അല്ല. ഗ്രാസ് ഒരിക്കലുമല്ല. ഫ്രോഗ് ആണോ? പീകോക്ക് ആണോ? എന്തായാലും ആരായിരിക്കും? പീകോക്ക് ആയിരിക്കും, അല്ലെ? അപ്പൊ നമുക്ക് ടോപ്പ് കാർണിവോർ ഇവിടെ ടീച്ചർ അടയാളപ്പെടുത്താണ് പീകോക്ക്. സെക്കൻഡറി കൺസ്യൂമർ ആരായിരിക്കും? ഫ്രോഗ് ആയിരിക്കും. ഹെർബിവോർ എന്താണ്? ഗ്രാസ് ഹോപ്പർ ആണ്. പ്രൈമറി പ്രൊഡ്യൂസറോ? ഗ്രാസ് ആണ്. അപ്പൊ എന്താണ് ഓപ്ഷൻ വരിക? നോക്കിക്കോ. A4 and B3. A4ഉം B3 വരണം. പിന്നെ C1 വരണം. A4, B3, C1 and D2. അപ്പൊ ഓപ്ഷൻ 2. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്ക് കളർ ഒന്ന് മാറ്റി പിടിക്കാം, അല്ലെ? ഈ കളർ ശരിയില്ല. ഓക്കെ, we will take red. The amount of biomass produced per unit area over a time period. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ, അല്ലെ? സ്റ്റാൻഡിങ് ക്രോപ്പ്. ഒരു നിശ്ചിത സമയത്ത് ഓരോ ട്രോഫിക് ലെവലിലും ഉണ്ടാവുന്ന ആ ഒരു ലിവിങ് മാറ്റർ അല്ലെങ്കിൽ ബയോമാസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിങ് ക്രോപ്പ്. നെക്സ്റ്റ്, മാച്ച് ദ ഫോളോയിങ്. ഗ്രേസിംഗ് ഫുഡ് ചെയിൻ, GFC. അത് ഫസ്റ്റ് തന്നെ നമുക്ക് അതിന് ആൻസർ കിട്ടിയിട്ടുണ്ട്. DFC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണ്. അപ്പൊ ഇതെന്താണ്? ഒരു ഡികമ്പോസർ പാത്വേ ആണ്. ഓക്കെ അല്ലേ? ദെൻ ഹെർബിവോഴ്സ്. ഹെർബിവോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ആരാ? പ്രൈമറി കൺസ്യൂമേഴ്സ് ആണ്. ആൻഡ് ഡെട്രിറ്റസ് എന്ന് പറയുന്നത് ഡെഡ് ഓർഗാനിക് മാറ്റർ ആണ്. സോ A2, then B3, C1 and D4. So option 1. Next, ഒരു ചെറിയൊരു പ്രോബ്ലം നോക്കാം. If the GPP of an ecosystem is 3000 kilocalorie per meter square per year. ശ്രദ്ധിക്കണേ, GPP എന്ന് പറഞ്ഞിരിക്കുന്നത് 3000 kilocalorie per meter square per year. And 40% of it is utilized in respiration. അതിന്റെ 40% റെസ്പിറേഷന് വേണ്ടി യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നു. അപ്പൊ റെസ്പിറേഷൻ എന്ന് പറയുന്നത് നമുക്ക് 40% എന്ന് പറയുമ്പോൾ 3000 × 40/100 ചെയ്താൽ പോരെ? അപ്പോ എത്ര കിട്ടിയടാ? 30 × 40 1200 കിട്ടിയില്ലേ? എന്നിട്ട് എന്താ കണ്ടുപിടിക്കണ്ടേ? The NPP will be, നമുക്കറിയാം GPP minus R equal to NPP. അപ്പൊ എന്താ കിട്ടുക? 3000 minus 1200 എത്രയാടാ? 1800 kilocalorie per meter square per year ആണ് ആൻസർ. സിമ്പിൾ അല്ലേ? അപ്പോ ഈ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി, നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദ എമൗണ്ട് ഓഫ് ബയോമാസ് പ്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്, അല്ലെ? അതിനെയാണ് നമ്മൾ എന്താ പറയാ, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് റെസ്പിറേഷൻ. അതിൽ നിന്നിട്ട് ബാക്കി വരുന്നതാണ് NPP. ഈ NPP എന്ന് പറയുന്നത് അവൈലബിൾ ബയോമാസ് ഫോർ ദ സെക്കൻഡറി അല്ലെങ്കിൽ ഫോർ ദ കൺസ്യൂമേഴ്സ് എന്ന് പറയാം, അല്ലെ? അപ്പൊ അവൈലബിൾ ബയോമാസ് ഫോർ ദ കൺസ്യൂമേഴ്സ് ആണ് NPP എന്ന് പറയുന്നത്. GPP എന്ന് പറയുന്നത് പ്രൊഡ്യൂസർ ലെവലിലാണ് നമ്മൾ പറയാം. അപ്പോൾ ഇവിടെ GPP ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെക്കുക മക്കളെ. GPP minus R equal to NPP. അപ്പൊ ടീച്ചർ ഇവിടെ 2 ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ അതിന്റെ ആൻസർ എനിക്കൊന്ന് കമന്റ് ചെയ്യണേ. Can GPP equal to NPP? ആൻസർ ഒന്ന് കമന്റ് ചെയ്യോ? പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ,
Can NPP equal to 0? ആലോചിച്ചിട്ട് പറയണേ. ഓക്കെ, ശരി. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. നമ്മൾ എന്താണ് ആൻസർ കണ്ടുപിടിച്ചത്? 1800 കിലോ കാലറി പെർ മീറ്റർ സ്ക്വയർ പെർ ഇയർ. GPP അറിയാലോ, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അത് പ്രൊഡ്യൂസർ ലെവലിൽ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ഉണ്ടാവുന്ന ബയോമാസ് ആണ്. അതിന്റെ ഒരു കൺസിഡറബിൾ എമൗണ്ട് റെസ്പിറേഷന്റെ ടൈമിൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാലൻസ് ആണ് എന്ത് NPP എന്ന് പറയുന്നത്, വിച്ച് ഇസ് അവൈലബിൾ ബയോമാസ് ഫോർ ദ കൺസ്യൂമേഴ്സ്. ഓക്കെ, അപ്പൊ GPP മൈനസ് R ഈക്വൽ ടു NPP ആണെന്നുള്ളത് ഓർത്ത് വെക്കാം. നെക്സ്റ്റ്, എ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഡിഫർ ഫ്രം എ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ബിക്കോസ്. ഒരു ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താ? മക്കൾ പറഞ്ഞോ. ഇറ്റ് ബിഗിൻസ് വിത്ത് ഡീകമ്പോസേഴ്സ് ആണോ? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ബിഗിൻ ചെയ്യുന്നത് ഡീകമ്പോസേഴ്സ് വെച്ചിട്ടാണോ? അല്ല. സോളാർ എനർജി എൻറ്റേഴ്സ് ഡയറക്ട്ലി ത്രൂ ദ പ്രൊഡ്യൂസേഴ്സ്. അത് തന്നെയല്ലേ ആൻസർ? നോക്കാം, അടുത്തത് നമുക്ക് വായിച്ചു നോക്കാം. ഇറ്റ് ലാക്സ് കൺസ്യൂമേഴ്സ് അല്ല. എനർജി ട്രാൻസ്ഫർ ബൈ ഡയറക്ഷണൽ അല്ല. സോ കറക്റ്റ് ആൻസർ ഇസ് സോളാർ എനർജി എൻറ്റേഴ്സ് ഡയറക്ട്ലി ത്രൂ പ്രൊഡ്യൂസേഴ്സ് ആണ്. അപ്പൊ വേറെ എന്തൊക്കെയാണ് ഈ ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിനും തമ്മിലുള്ള ഡിഫറൻസസ് എന്നുള്ളത് ഒന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. നോക്കോ, ഗ്രേസിംഗ് ഫുഡ് ചെയിൻ നമുക്കറിയാം, ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഗ്രീൻ പ്ലാന്റ്സ്, ശരിയല്ലേ? എന്നാ ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ എന്ന് പറയുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ഡെഡ് ഓർഗാനിക് മാറ്റർ. ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ഇൻക്ലൂഡ്സ് ഓൾ മാക്രോസ്കോപ്പിക് ഓർഗാനിസം ആണെങ്കിൽ ഇവിടെ കൺസിസ്റ്റ് ഓഫ് സബ്സോയിൽ ഓർഗാനിസം ആണ്. ദെൻ ഫ്ലോ ഓഫ് ലെസ് ഫ്രാക്ഷൻ ഓഫ് എനർജി ഓൺ ലാൻഡ്. ലാൻഡിൽ കുറച്ച് എനർജി മാത്രമേ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ ത്രൂ ഗ്രേസിംഗ് ഫുഡ് ചെയിൻ. എന്നാൽ ലാർജ് ഫ്രാക്ഷൻ ഓഫ് എനർജി ഫ്ലോ ചെയ്യുന്നു ലാൻഡിൽ. ഏത് വഴി? ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ വഴി. അടുത്ത ഡിഫറൻസ് എന്താ? ഇവിടെ എനർജി കംസ് ഫ്രം ദ സൺ ആണ്, ഇവിടെ എനർജി കംസ് ഫ്രം ദ ഓർഗാനിക് റിമെയിൻസ്, അതായത് ഡെട്രിറ്റസ് ആണ് വരുന്നത്. ദെൻ എക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഇസ് എ മെയിൻ ചാനൽ ഓഫ് എനർജി ഫ്ലോ. കണ്ടൂയിറ്റ് എന്ന് പറഞ്ഞാൽ ചാനൽ, മെയിൻ ആയിട്ട് എനർജി ഫ്ലോന്റെ കാരണം എന്ന് പറയുന്നത് എക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ആണ്. എന്നാൽ ടെറസ്ട്രിയൽ ഇക്കോസിസ്റ്റത്തിന്റെ മേജർ ചാനൽ അല്ലെങ്കിൽ മെയിൻ കണ്ടൂയിറ്റ് ഓഫ് എനർജി ഫ്ലോ എന്ന് പറയുന്നത് ഡെട്രിറ്റസ് ഫുഡ് ചെയിൻ ആണ്. മക്കൾ ഓർത്ത് വെക്കണേ. പിന്നെ ഒരു സിമ്പിൾ എക്സാമ്പിൾ നമ്മൾ പണ്ടേ പഠിക്കുന്ന 8ാം ക്ലാസ് മുതൽ പഠിക്കുന്ന ഒരു ഫുഡ് ചെയിൻ ഇല്ലേ, ഗ്രാസ് ഓപ്പറസ് ഫ്രോഗ് സ്നേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്, ഡെട്രിറ്റസ് ഫുഡ് ചെയിന് ഡെഡ് ഓർഗാനിക് മാറ്റർ, എർത്ത് വർം, ഹെൻ, ഫോക്സ്, നമുക്ക് അങ്ങനെ എഴുതാം. അപ്പോൾ ഒരു ക്ലിയർ ഐഡിയ കിട്ടിയില്ലേ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ GFC ആൻഡ് DFC? ഇത് മക്കൾ കോപ്പി ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. ശരി, വിൽ ഗോ ഫോർ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Consider the following sequence in decomposition. Decomposition the sequence. ടീച്ചറുടെ കൂടെ ഒന്ന് പറഞ്ഞേ. ടീച്ചർ പഠിപ്പിച്ചതുണ്ട് ഫൾക്കം, FLCHM. എന്തൊക്കെയാ പറഞ്ഞോ? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. ഉറപ്പല്ലേ? അപ്പൊ ഇവിടെ നോക്ക്, ഡെട്രിറ്റസിന്റെ മേലെ ആദ്യം എന്താ നടക്കുക? ഫ്രാഗ്മെന്റേഷൻ, ലീച്ചിങ്, കാറ്റബോളിസം, ഹ്യൂമിഫിക്കേഷൻ, മിനറലൈസേഷൻ. എന്താ ക്വസ്റ്റ്യൻ? Which step is directly responsible for converting the complex organic matter to simpler substances by enzymes? കിട്ടിയോ? എൻസൈംസ് എന്ന് ഹിന്റ് തന്ന സ്ഥിതിക്ക് പിന്നെ എന്ത് ആലോചിക്കാണ്? ബാക്ടീരിയ ആൻഡ് ഫംഗൽ എൻസൈംസ് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് സിമ്പിൾ ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ആക്കി മാറ്റുന്ന പ്രോസസ് എന്താണ് മക്കളെ? യെസ്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയാം. ഇറ്റ് ഈസ് കാറ്റബോളിസം. ഓക്കെ, നെക്സ്റ്റ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? നമുക്ക് കറക്റ്റ് ആണ് കണ്ടുപിടിക്കണ്ടേ. നോക്കാം. ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഒരു സംശയമില്ല. അപ്പൊ ടീച്ചറെ ചോദ്യം മറന്നു പോകരുത്. Can GPP ഈക്വൽ ടു NPP? GPPയും NPPയും ഈക്വൽ ആവാൻ പറ്റുമോ? NPP ഈക്വൽ ടു 0 ആകാൻ സാധ്യതയുണ്ടോ? അതിന്റെ ആൻസർ ആണ് എനിക്ക് വേണ്ടത്, മറന്നു പോകരുത്. അപ്പൊ ഇവിടെ GPP is always greater than NPP, കറക്റ്റ് ആണ്. NPP is available to heterotrophs. ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. NPP is available biomass for consumers പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കറക്റ്റ് ആണ്. യെസ്. അടുത്തത്, സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി is the rate of formation of organic matter by producers ആണോ?
Secondary productivity is the amount of organic matter അല്ലെങ്കിൽ rate of formation of organic matter by consumers ആണ്. So this is a wrong statement. Tropical rainforest contribute maximum global primary productivity. Correct ആണ്. So ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം 4ഉം എടുക്കാം അല്ലേ? സോ ഓപ്ഷൻ 2. സിമ്പിൾ. യെസ്. മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. നോക്കാം. GPP ടീച്ചർ പറഞ്ഞിട്ടുണ്ട് പ്രൊഡ്യൂസർ ലെവലിൽ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് ഉണ്ടാവുന്ന പ്രൊഡക്ടിവിറ്റി ആണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഇതാ ടോട്ടൽ ഫോട്ടോസിന്തറ്റിക് പ്രൊഡക്ഷൻ GPP ആയിട്ട് എടുക്കാം. NPP എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ഇറ്റ് ഇസ് എ ഫോർമേഷൻ ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് ആണ്. സോറി സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ആണ് ബൈ കൺസ്യൂമേഴ്സ്. NPP എന്ന് പറഞ്ഞാൽ എന്താ? ഓർഗാനിക് മാറ്റർ അവൈലബിൾ ടു കൺസ്യൂമർ ആണ് അല്ലേ? Okay. Secondary productivity is the formation of organic matter by consumers and standing crop is the biomass present at the given time. നമ്മൾ ഇപ്പൊ ചെയ്തിട്ടുള്ള പ്രോബ്ലം GPP മൈനസ് R ഈക്വൽ ടു NPP അല്ലേ? അപ്പൊ ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് എനർജി യൂസ് ചെയ്യുന്നുണ്ട് ഡ്യൂറിങ് റെസ്പിറേഷന്റെ സമയത്ത്. എന്നിട്ട് ബാക്കി എന്താണോ വരുന്നത് അതല്ലേ കൺസ്യൂമറിലേക്ക് പോവുക. അപ്പൊ NPP എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഓർഗാനിക് മാറ്റർ വിച്ച് ഇസ് അവൈലബിൾ ടു കൺസ്യൂമേഴ്സ് ആണ് അല്ലേ? യെസ്. സോ A 2 ആയിട്ട് എടുക്കാം, B 1, C 3, D 4. Yes. So we will go for option 1. Next, assertion reason. Energy flow in an ecosystem is always unidirectional. ആർക്കാ അത് പറയാത്ത അല്ലേ? എപ്പോഴും എനർജി ഫ്ലോ എന്താണ്? യൂണിഡയറക്ഷണൽ ആണ്. Energy captured by the producers cannot revert back to the solar input. ശരിയല്ലേ? സൺലൈറ്റ് എന്ന് പ്രൊഡ്യൂസറിലേക്ക് പോകുന്നു, പ്രൊഡ്യൂസറിന് പ്രൈമറി കൺസ്യൂമർ സെക്കൻഡറി കൺസ്യൂമർ ടേഴ്സറി കൺസ്യൂമർ, അങ്ങനെ പോലെ ചെയ്യുക. ടേഴ്സറിന്ന് സെക്കൻഡറിയിലേക്കും സെക്കൻഡറിന്ന് പ്രൈമറിയിലേക്കും പ്രൈമറിന്ന് പ്രൊഡ്യൂസറിലേക്കും പ്രൊഡ്യൂസറിന് നേരെ സോളാറിലേക്കും പോകുമോ? നെവർ അല്ലെ? അപ്പൊ എപ്പോഴും ഫ്ലോ ഓഫ് എനർജി എന്ന് പറയുന്നത് യൂണിഡയറക്ഷണൽ ആണ്. അത് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേ പോകുള്ളൂ? പ്രൊഡ്യൂസേഴ്സിന് മുന്നോട്ടേക്ക് ട്രോഫിക് ലെവലിലോട്ടേ പോകുള്ളൂ. ഇത് cannot revert back. So it is the correct explanation. Next, find out the total number of incorrect statement from the following. ഇത് ഈ കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എത്ര എണ്ണം ഉണ്ടെന്നുള്ള കൗണ്ട് എടുക്കാം. ഒന്നാമത്തത്, decomposition is largely an anaerobic process. ആണോ? decomposition എന്ന് പറയുന്നത് anaerobic process ആണോ? അല്ല. decomposition എന്ന് പറയുന്നത് ഒരു aerobic process ആണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റി. Fragmentation, leaching and catabolism occur simultaneously on detritus. Correct. Vertical distribution of different species occupying different level is called stratification. നമ്മുടെ NCERT സെയിം സ്റ്റേറ്റ്മെന്റ് അല്ലെ? കറക്റ്റ് ആണ്. Pond is a deep water body. ആണോ? പോണ്ടിനെ കുറിച്ച് നമ്മൾ എന്താ പഠിച്ച? ഷാലോ വാട്ടർ ബോഡി ആണ് അല്ലേ? അപ്പോൾ ഇതും തെറ്റ്. Rate of decomposition is controlled by chemical composition of the detritus and climatic factors, which is also correct. നമുക്കറിയാം ഒരു ഡീകോമ്പോസിഷന്റെ റേറ്റ് എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ കെമിക്കൽ കോൺസ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുന്നത് ലിഗ്നിനും കൈറ്റിനും ഒക്കെ ആണെങ്കിൽ ഡീകോമ്പോസിഷന്റെ റേറ്റ് വളരെ സ്ലോ ആയിരിക്കും. അതേ സമയത്ത് അതിൽ നൈട്രജനും പിന്നെ വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസസ് ലൈക്ക് ഷുഗേഴ്സ് ഒക്കെ ആണെങ്കിൽ ഡീകോമ്പോസിഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. ശരിയല്ലേ? പിന്നെ വാം ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻ ആണ് കുറച്ചും കൂടെ നന്നായിട്ട് ഇത് നടക്കുക. അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞൂടെ ഈ കാറ്റബോളിസം ചെയ്യുന്നത് ആരാ മക്കളെ? ബാക്ടീരിയയും ഫംഗസും അല്ലേ? ഫംഗസ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഏത് കണ്ടീഷനിൽ ഗ്രോ ചെയ്യാനാണ്? വാം ആൻഡ് ഹ്യൂമിഡ് ക്ലൈമാറ്റിക് കണ്ടീഷനിലല്ലേ? അല്ലെ? ഹ്യൂമിഡ് കണ്ടീഷനിലല്ലേ ഫംഗസ് ഗ്രോ ചെയ്യുക. അപ്പൊ അവരല്ലേ എൻസൈംസ് റിലീസ് ചെയ്തിട്ട് കാറ്റബോളിസം ഒക്കെ ചെയ്യേണ്ടത്. അറിയാലോ? അപ്പോൾ വാം ആയിരിക്കണം, ഹ്യൂമിഡ് ആയിരിക്കണം, എയറോബിക് കണ്ടീഷൻ ആയിരിക്കണം, പിന്നെ നൈട്രജനോ വാട്ടർ സോല്യൂബിൾ സബ്സ്റ്റൻസസ് ലൈക്ക് ഷുഗർ പോലത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിൽ ഡീകോമ്പോസിഷന്റെ റേറ്റ് എപ്പോഴും ഫാസ്റ്റർ ആയിട്ട് നടക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ 2 എണ്ണം മാത്രമേ കണ്ടിട്ടുള്ളൂ. സോ വി വിൽ ഗോ ഫോർ ഓപ്ഷൻ 2. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Detritivores perform fragmentation. Correct. Humus is further degraded by some microbes during mineralization.
Correct. Water soluble inorganic nutrients go down into the soil and get precipitated by a process called leaching. Adum correct. Detritus food chain begins with the living organism. Miss ഇപ്പൊ തന്നിട്ടുള്ളൂ രണ്ട് ബോക്സിലാക്കിയിട്ട് ഡിഫറൻസസ് അല്ലെ. ഗ്രേസിംഗ് ഫുഡ് ചെയിനും ഡെട്രിറ്റസ് ഫുഡ് ചെയിനും തമ്മിലുള്ള ഡിഫറൻസസ് എന്താ നമ്മൾ മനസ്സിലാക്കിയത്? ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ബിഗിൻസ് വിത്ത് പ്ലാന്റ്സ് ആണെങ്കിൽ നമ്മുടെ detritus food chain begins with the dead organic matter ആണ് അല്ലെ. അപ്പൊ ഇവിടെ ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞാൽ തെറ്റിയില്ലേ? Yes. Earthworms break down the detritus into smaller particles by a process called catabolism ആണോ? നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തു ഡികോമ്പോസിഷനിൽ എന്താ പറഞ്ഞേ? ബാക്ടീരിയ ആൻഡ് ഫംഗൽ എൻസൈംസ് ആക്ട് ചെയ്തിട്ട് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആക്കി മാറ്റുന്നതാണ് കാറ്റബോളിസം. അവിടെ ബാക്ടീരിയ ഫംഗസിന്റെ എൻസൈംസ് റിലീസ് ചെയ്തിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. ശരിയല്ലേ? അതേ സമയത്ത് ഡെട്രിറ്റസിന്റെ മേലെ എർത്ത് വേം ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ പ്രോസസ്സിന് എന്താ പറയാ? ഫ്രാഗ്മെന്റേഷൻ എന്നല്ലേ? കാറ്റബോളിസം എന്നാണോ? അല്ല. സോ ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഓൾസോ ഇൻകറക്റ്റ്. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചൂസ് ദ കറക്റ്റ് ആൻസർ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് അല്ലേ? അപ്പൊ എയും ബിയും സിയും ആണ് കറക്റ്റ്. ഓക്കെ, we'll go for the next question. ചെറിയൊരു പ്രോബ്ലം. If the energy available at the secondary consumer level is 150 joule, what was the energy fixed by producers? Producer level എത്ര? കണ്ടുപിടിക്കാലോ, എളുപ്പമാണ്. അപ്പൊ ടീച്ചർ നേരത്തെ എഴുതിയതുപോലെ ഒന്നുകൂടി എഴുതുവാണേ. നിങ്ങളെ കൂടെ പറഞ്ഞോ, ഒരു ട്രോഫിക് ലെവലിൽ ആദ്യം പ്രൊഡ്യൂസേഴ്സ്, അത് ട്രോഫിക് ലെവൽ 1. പിന്നെ സെക്കൻഡ് വരിക ഇങ്ങനെ എഴുതാണ്, പ്രൈമറി കൺസ്യൂമേഴ്സ്. പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഹെർബിവോർസ് ആണ്, അത് ട്രോഫിക് ലെവൽ 2. പിന്നെ വരിക സെക്കൻഡറി കൺസ്യൂമേഴ്സ്. സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൈമറി carnivores ആണ്, സോ ട്രോഫിക് ലെവൽ 3. പിന്നെ tertiary consumer, അത് സെക്കൻഡറി കാർണിവോർ അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് കാർണിവോർസ് എന്ന് പറയാം. ഇത് ട്രോഫിക് ലെവൽ 4. ഈ കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല, ഇത് നമുക്ക് thorough ആണ് അല്ലെ. അപ്പൊ എന്താ ചോദിച്ച മക്കളെ? എനർജി അവൈലബിൾ അറ്റ് ദ സെക്കൻഡറി കൺസ്യൂമർ ലെവൽ. നോക്കാം, സെക്കൻഡറി കൺസ്യൂമർ ലെവൽ ഇവിടെ എത്രയാണെന്ന് പറഞ്ഞത്? 150 ജൂൾ. എന്താ കണ്ടുപിടിക്കണ്ടേ? വാട്ട് വാസ് ദ എനർജി ഫിക്സ്ഡ് ബൈ പ്രൊഡ്യൂസേഴ്സ്? പ്രൊഡ്യൂസേഴ്സ് എത്ര എനർജി ഫിക്സ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാലും 10% ലോ ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ താഴെ നിന്ന് മേലോട്ട് പോകുന്നതിനനുസരിച്ച് 10% കുറയല്ലേ ചെയ്യുക. അപ്പൊ മേലെ നിന്ന് താഴോട്ട് എടുക്കണമെങ്കിൽ ജസ്റ്റ് 1 0 ജാസ്തി ഇട്ടാൽ പോരെ. ഇത് 1500 ആയിരിക്കും, ഇത് 15000 ജൂൾ ആയിരിക്കും. എളുപ്പമല്ലേ കണ്ടുപിടിക്കാൻ? സോ ആൻസർ ഈസ് ഓപ്ഷൻ 2, 15000 ജൂൾ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Among the following, which one decompose faster? Options ഒന്ന് വായിച്ചു നോക്കാം. Potato tuber in anaerobic condition in dry soil ആണോ? Potato tuber in aerobic condition in moist soil ആണോ? Wood in dry soil ആണോ? Wood in moist soil ആണോ? കുറച്ചൊന്ന് കുഴപ്പമായി തോന്നുന്നു അല്ലേ? ഒരു കുഴപ്പമില്ല. നമ്മളിപ്പോൾ പഠിച്ചിട്ടേ ഉള്ളൂ ഡീകോമ്പോസിഷന്റെ റേറ്റ് ഫാസ്റ്റർ ആവണമെങ്കിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണ്? വാം ആൻഡ് ഹ്യൂമിഡ് കണ്ടീഷൻ. ഹ്യൂമിഡ് എന്ന് പറയുമ്പോൾ മോയിസ്റ്റ് വേണമെന്ന് ഉറപ്പാണ് അല്ലെ. അപ്പോൾ മോയിസ്റ്റ് കണ്ടീഷൻ വേണം. പിന്നെ എയറോബിക് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നൈട്രജനും വാട്ടർ സോല്യൂബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസസും അല്ലേ. അപ്പൊ ഷുഗർ, സ്റ്റാർച്ച് ഇതൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡീകോമ്പോസിഷൻ നടക്കും. പൊട്ടറ്റോ ട്യൂബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർച്ച് നമുക്ക് പറയാലോ. പിന്നെ എയറോബിക് കണ്ടീഷൻ പ്രിഫർ ചെയ്യുന്നു അറിയാലോ, മോയിസ്റ്റ് കണ്ടീഷനും വേണം. സോ വിത്തൗട്ട് എനി ഡൗട്ട് വി ക്യാൻ ഗോ ഫോർ ഓപ്ഷൻ 2. എന്താ ഇതിൽ ഇത്ര കാര്യം ആലോചിക്കാനുള്ളത്? ഒന്നുമില്ല. സോ പൊട്ടറ്റോ ട്യൂബർ ഇൻ എയറോബിക് കണ്ടീഷൻ ഇൻ മോയിസ്റ്റ് സോയിൽ, ഇതാണ് ഇവിടെ
കറക്റ്റ് ഓപ്ഷനായി നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ആ ഡീകോമ്പസിഷന്റെ ഭാഗം നന്നായിട്ട് പഠിച്ചോളാം കേട്ടോ. ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും നമുക്ക് ആ ഭാഗത്ത് പ്രതീക്ഷിക്കാം. ആൻഡ് അവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is not a limitation of ecological pyramids? Ecological pyramids ന്റെ ലിമിറ്റേഷൻ അല്ലാത്തതാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റേഷൻസ് ഏതൊക്കെയാണെന്ന് ഓർത്ത് നോക്കാം. എന്തൊക്കെയായിരുന്നു ലിമിറ്റേഷൻസ്? They do not consider decomposers. ഇതൊരു ലിമിറ്റേഷൻ ആയിരുന്നു. They assume a simple food chain which never exists in nature. Simple food chain ഒരിക്കലും നേച്ചറിൽ ഉണ്ടാവില്ല, ഫുഡ് വെബ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതും ഒരു ലിമിറ്റേഷൻ ആണ്. യെസ്. They account for organisms occupying multiple trophic levels. ആണോ? They do not account for the organisms occupying multiple trophic levels അല്ലേ? അപ്പൊ ഇവിടെ തന്നെ നമ്മൾ മിസ്റ്റേക്ക് കണ്ടുപിടിച്ചു. ഫുഡ് വെബ് റിലേഷൻഷിപ്സ് ആർ ഇഗ്നോർഡ്. അതും എന്താണ്? ലിമിറ്റേഷൻ ആണ്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ഇക്കോളജിക്കൽ പിരമിഡ് അല്ലേ? സോ we will go for option 3. They account for organisms occupying multiple trophic levels. They do not account for ആയിരുന്നു വേണ്ടിയിരുന്നത്. ഓക്കെ, സോ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇതിന്റെ എല്ലാ പാർട്ടിൽ നിന്നും ടീച്ചർ ന്യൂമറിക്കൽസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡികോമ്പസിഷനും നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. ദെൻ വി ഡിസ്കസ് GPP, NPP, എവറിത്തിങ്. ടീച്ചർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനും നിങ്ങളൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷന് ട്രോഫിക് ലെവൽ ഏതെങ്കിലും ഒരു ട്രോഫിക് ലെവലിലെ NPP തന്നിട്ട് വേറെ ഏതെങ്കിലും ട്രോഫിക് ലെവലിൽ GPP കണ്ടുപിടിക്കുക, അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ മക്കൾ ഇത്രയേ ചിന്തിക്കണ്ടു. അതായത് ഇതിപ്പോൾ ഞാൻ ഒരു സിമ്പിൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളോടിപ്പോൾ എക്സാമിന് ചോദിച്ചിരിക്കുന്നത് ട്രോഫിക് ലെവൽ 1ന്റെ GPP എന്ന് പറയുന്നത് 1000x ആണെങ്കിൽ ട്രോഫിക് ലെവൽ 3യുടെ NPP എന്താണ്? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക? സിമ്പിൾ ടെക്നിക് ഉണ്ട്, ടീച്ചർ പെട്ടെന്ന് പറഞ്ഞുതരാം. അതായത് ആദ്യം നമുക്ക് ഇതിന്റെ ഓർഡർ അറിഞ്ഞിരിക്കണം അല്ലേ? എന്താണ്? പ്രൊഡ്യൂസേഴ്സ് ട്രോഫിക് ലെവൽ 1, അത് കഴിഞ്ഞ് പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത് ട്രോഫിക് ലെവൽ 2, പിന്നെ സെക്കൻഡറി കൺസ്യൂമർ എന്ന് പറയുന്നത് ട്രോഫിക് ലെവൽ 3, പിന്നെ ടേർഷ്യറി കൺസ്യൂമർ അത് ട്രോഫിക് ലെവൽ 4. ഇതൊരു ഓക്കെ ആണല്ലോ? എല്ലാത്തിൻ്റെയും നമുക്ക് ഇതാ നമ്മുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ടീച്ചർ ഇങ്ങനെ എഴുതി വെക്കുകയാണേ. നമുക്ക് അങ്ങനെ ആകുമ്പം ആൻസറിലോട്ട് എത്താൻ വളരെ എളുപ്പമാണ്. GPP, NPP, GPP, NPP, GPP, NPP. എന്താ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്? ട്രോഫിക് ലെവൽ 1ന്റെ GPP എന്ന് പറഞ്ഞ 1000x ആണെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് I can use different color. Yes, 1000x ആണ്. എന്താ കണ്ടുപിടിക്കേണ്ടത്? ട്രോഫിക് ലെവൽ 3ന്റെ NPP ആണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഈ GPP 1000xന്റെ 10% ആണ് ഇവിടെ NPP ആയിട്ട് വരിക അല്ലേ? അപ്പൊ ഇവിടെ എത്രയായിരിക്കും വരിക? 100x. ഇതല്ലേ അവൈലബിൾ ടു കൺസ്യൂമേഴ്സ്. അപ്പൊ ഇതിന്റെ GPP എന്ത് തന്നെയാണ്? 100x ആണ്. എന്നാൽ അതിന്റെ NPP എന്ന് പറയുമ്പോൾ ഇതിന്റെ 10% അല്ലേ വരുള്ളൂ. അപ്പൊ എത്ര വരും? 10x. ഇത് തന്നെയല്ലേ ട്രോഫിക് ലെവൽ 3യുടേതും GPP ആയിട്ട് വരിക. ഇനി ഇതിന്റെ 10% അല്ലേ NPP ആയിട്ട് വരുള്ളൂ. സോ ആൻസർ ഇസ് 1x. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ അങ്ങ് സോൾവ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ലോവർ ട്രോഫിക് ലെവലിന്റെ NPP ആയിരിക്കും അപ്പർ ട്രോഫിക് ലെവലിന്റെ GPP ആയിട്ട് നമ്മൾ പറയാം. നോർമലി GPP എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇറ്റ് ഇസ് ഓൾവേസ് ബേസ്ഡ് ഓൺ പ്രൊഡ്യൂസേഴ്സ്. പക്ഷെ ഇതുപോലത്തെ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമ്മുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമുക്ക് സോൾവ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നു എന്ന് മാത്രം. ഓക്കെ, സോ ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ. നമ്മൾ ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് ഭാഗം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ റീനീറ്റ് അടിപൊളിയായിട്ട് എഴുതുക. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്ലാസ്സസ് കാണുക. ആൻഡ് I wish you all the best, a very huge success. Okay, bye.